ഇപ്പൊ ഈ ഒരു വീഡിയോ ആണെങ്കിൽ ക്യാനഡ അതിന്റെ പെയിന്റിലെ കടന്ന ഒരു വെള്ളത്തിൽ മുക്കി പ്ലാസ്റ്റിക് ഒക്കെ ഇടിക്കുന്നു ഗൈസ്. ഇപ്പൊ സംഭവം വെറൈറ്റി ആണല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളെ കോക്കോണട്ട് തന്നെ നമ്മൾ തംസപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പെയിന്റ് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു സാൻഡ് പേപ്പർ അടിച്ച് മാറ്റിട്ട് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ സാൻഡ് പേപ്പറിന്റെ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ സാൻഡ് പേപ്പറിന്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് നമ്മൾ ഇതിന്റെ പെയിന്റ് മൊത്തത്തിൽ നമുക്ക് ചുരണ്ടി കളയാം. അപ്പൊ ഈ മൊത്തത്തിൽ ക്ലീൻ ആക്കിയില്ലേലും അത്യാവശ്യം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മെനക്കെട്ട പണിയൊന്നും അറിഞ്ഞില്ല. എന്റെ കൈയെല്ലാം ഒരു പരുവായി, അത് പിന്നെ കൈ കഴിട്ടെ. ഓക്കെ, നമ്മളെ കൈയെല്ലാം കഴുകി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കുപ്പിക്കകത്തോട്ട് നമ്മൾ ഈ ഒരു വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ കുപ്പിക്കകത്ത് നമ്മൾ വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മളെ ഈ ഒരു പൊടി കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ പൊടി ഇട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്യാൻ പൊട്ടിച്ച ശേഷം നമുക്ക് ഇതിലോട്ട് വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മളെ ക്യാനും പൊടിച്ച് നമ്മൾ നേരെ നമ്മളെ കുപ്പിക്കകത്തോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് എടുത്തു നോക്കാം നമ്മളെ ക്യാൻ പ്ലാസ്റ്റിക് വരാവോ ഇല്ലയോ എന്ന്. ഓക്കെ, അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പൊ നമുക്കൊന്ന് എടുത്തു നോക്കാം പ്ലാസ്റ്റിക് വരായോ ഇല്ലയോ എന്ന്. അപ്പൊ വെളിയിൽ നല്ല മഴയുണ്ട്, നമ്മളെ സാധനം നേരെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പതിയെ എടുത്തു നോക്കാം നമ്മുടെ സാധനം പ്ലാസ്റ്റിക് വരായോ ഇല്ലയോ എന്ന്. ഓക്കെ ഗൈസ്, ഇപ്പൊ കണ്ടിട്ട് പ്ലാസ്റ്റിക് പോലെ ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടിട്ട് ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമ്മുടെ ക്യാനിലെ വെള്ളം നമുക്ക് നൈസിൽ ഈ ഒരു പാത്രത്തിലോട്ട് നമുക്ക് പതിയെ ഒഴിച്ചു കൊടുക്കാം. ഗൈസ്, ഇപ്പൊ നോക്കുവാണെങ്കിൽ നമ്മൾ അലൂമിനിയത്തിന്റെ കോട്ടിംഗ് എല്ലാം പോയത് പ്ലാസ്റ്റിക് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. സംഭവം റിയലാട്ടാ.